ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്, ക്വിക്ക് മേക്കപ്പ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്കിൻ പ്രെപ്പ് ചെയ്യാം. അപ്പം ഞാൻ അതിന് ആദ്യം മാക്കിൻ്റെ പ്രെപ്പ് പ്ലസ് പ്രൈമാണ് യൂസ് ചെയ്യുന്നത്. സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആവുന്ന പോലെ തോന്നും ഇത് യൂസ് ചെയ്യും. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ. ഇത് എലോവേര പ്രോ എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസറാണ്. ഇനി അത് ആഡ് ചെയ്യാം. ആൻഡ് ഇനി ലിപ് ബാം. ഞാൻ യൂസ് ചെയ്യുന്നത് ദേക്കിയുടെ ലിപ് ബാമാണ്. സൺസ്ക്രീൻ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ സിലിക്കൺ സൺസ്ക്രീൻ ജെൽ SPF 50. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സ്ക്രീൻ ഒട്ടും വേസ്റ്റ് ആക്കരുത്. നമ്മൾ സണ്ണുമായിട്ട് എക്സ്പോസ്ഡ് ആകുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നന്നായി സൺസ്ക്രീൻ വെച്ച് പറ്റും. അടുത്തത് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. മേബ്ലൈൻ്റെ മാറ്റി പ്ലസ് പോർലെസ് 16 hours ഓയിൽ കൺട്രോൾ SPF 22. അതിൻ്റെ ഫൗണ്ടേഷനാണ്, മേബ്ലൈൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ കുറച്ച് വെറ്റ് ആയിരിക്കും നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഈ സ്പ്രേ ഇതിൽ കുറച്ച് സ്പ്രേ ചെയ്ത് ഒന്ന് വെറ്റാക്കും. ഇപ്പം ഏകദേശം മുഖത്തിൻ്റെ വൃത്തികേടെല്ലാം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്, എല്ലാം ഒന്ന് കവറായ പോലെ തോന്നുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് അതിനുശേഷം ഞാൻ ഈ മേബ്ലൈൻ്റെ ലൂസ് ഫിനിഷിംഗ് പൗഡർ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒന്നെടുത്ത് പൊടി പാർപ്പിക്കണം, അത് നിർബന്ധം. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഭയങ്കര എന്താ പറയുക, ലൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡർ. കാര്യം ഞാൻ പണ്ട് അല്ലാത്തത് യൂസ് ചെയ്തിട്ട് ശരിക്കും അതിൻ്റെ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നോർമൽ കോമ്പാക്റ്റിനെക്കാട്ടിലും. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോൾ എൻ്റെ ഫേസിലെ പ്രധാന പരിപാടികൾ ഇനി കഴിഞ്ഞു. ഇനി കണ്ണെഴുതണം, ലിപ്സ്റ്റിക് ഇടണം, അത്രയൊക്കെ. ആൻഡ് വേറൊരു സാധനം കൂടിയുണ്ട്. ഈയിടെ ഞാൻ വാങ്ങിയതാണ് ഈ സ്ട്രോബ് ക്രീം. ഫേസസ് കാനഡയിൽ അടിപൊളി ആയിട്ടാണ്. ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നതല്ല, ഏറ്റവും ലാസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും, അത് ലാസ്റ്റ് ആണ്. ഇനി ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് ഞാൻ ആദ്യം ബ്ലഷ്ഡ് ന്യൂഡ്സ്, മേബ്ലൈൻ ന്യൂയോർക്കിൻ്റെ ബ്ലഷ്ഡ് ന്യൂഡ്സിലൊരു കളർ. ഐ പെൻസിൽ ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഇപ്പം ഞാൻ കൊളോസൽ കാജൽ സൂപ്പർ ബ്ലാക്ക് അതാണ് യൂസ് ചെയ്യുന്നത്. കണ്ണ് എഴുതിയപ്പോൾ തന്നെ ഒരു ഉറക്കക്ഷീണമെല്ലാം പോയ പോലെ. ആൻഡ് ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലൈൻ്റെ തന്നെ മേബ്ലൈൻ കൊളോസൽ ബോൾഡ് ലൈനർ. കണ്ണെഴുതി. ഇനി ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത് അതും മേബ്ലൈൻ്റെ തന്നെയാണ്. മേബ്ലൈൻ്റെ സൂപ്പർ സ്റ്റേ ഈ ലിപ്സ്റ്റിക്കാണ്.
ഇത് നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേപോലെ എപ്പോഴും ഒരു ഹൈഡ്രേറ്റഡ് ആയി നിൽക്കുന്ന പോലെ തോന്നും. ലിപ്സ് ഡ്രൈ ആവില്ല, ഒട്ടും ഡ്രൈ ആവില്ല. അപ്പം അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ഇനി ലാസ്റ്റ് ബ്ലഷ് ഇടുന്നവർക്ക് ഇടാം, പക്ഷെ ഞാൻ ബ്ലഷ് ഇടുന്നില്ല. അതിന് പകരം ഈ ഫേസ് സ്കാനഡയിലെ സ്ട്രോബ് ക്രീം അപ്ലൈ ആണ്, ഒരു ഗ്ലോയി ഫിനിഷിങ് കിട്ടാൻ. കുറച്ച് എടുത്തിട്ട് ഹൈലൈറ്റർ പോലെ ഇത് ഫൗണ്ടേഷൻ്റെ കൂടെയൊക്കെ ആൾക്കാർ മിക്സ് ചെയ്തിട്ടൊക്കെ ആഡ് ചെയ്യും, അപ്പോഴൊരു ഗ്ലോയി ഫിനിഷിങ് കിട്ടും. പക്ഷെ എനിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. പെട്ടെന്നുള്ളൊരു ക്യുക്ക് മേക്കപ്പ് ആയിരുന്നില്ലേ, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി ഡ്രസ് ചേഞ്ച് ചെയ്യണം, മുടിയൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം. And this is my final look. If you like this video, please like, share and comment. And also please subscribe my channel. Thank you.